എന്തുതന്നെയായാലും വളരെ ഒരു ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. ശക്തമായൊരു നിയന്ത്രണത്തിലേക്ക് ശബരിമല ഭക്തരെ തള്ളിവിടുന്ന തീരുമാനത്തിലൊരു വിമർശനങ്ങളും രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് CG ഉമേഷ് കൂടി ചേർന്നുണ്ട്. ഉമേഷ്, ഒരുപക്ഷെ നമുക്കറിയാം 48 ദിവസത്തിലധികം അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ വളരെയധികം മനസ്സ് നിറഞ്ഞ വ്രതമെടുത്ത മാല ചവിട്ടുന്ന അയ്യപ്പ ഭക്തരെ ഇത്തരത്തിൽ നിയന്ത്രിക്കുന്ന ഒരു രീതി സർക്കാർ അവലംബിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് അയ്യപ്പ ഭക്തരുടെ ആത്മീയ അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലേക്കല്ലേ പോകുന്നത്? തീർച്ചയായും കഴിഞ്ഞ കുറെ കാലമായി ശബരിമല ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ പലവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. 2018 ശബരിമല യുവതി പ്രവേശന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ഈ വെർച്വൽ ക്യൂ സംവിധാനം ശക്തമാക്കാൻ അന്ന് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുന്നത്. പിന്നീട് അത് പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ശബരിമലയിലെ മുഴുവൻ കാര്യങ്ങളും പോലീസ് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. വെർച്വൽ ക്യൂ സംവിധാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി പോലീസിന്റെ കൈവശമായിരുന്നു. ആരൊക്കെ ശബരിമലയ്ക്ക് വരണം എന്നതിന്റെ കൃത്യമായ പോലീസിന് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിരുന്നു. വലിയ വിമർശനങ്ങൾ അതിനെതിരെ ഉണ്ടാക്കുകയും ചില ഭക്തജന സംഘടനകൾ, അയ്യപ്പ സേവാ സമാജം പോലെയുള്ള, ശബരിമല കർമ്മസമിതി പോലെയുള്ള ചില ഭക്തജന സംഘടനകൾ കോടതിയിലേക്ക് പോയിരുന്നു. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസിൽ നിന്ന് ദേവസ്വം ബോർഡ് ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിന്റെ നിയന്ത്രണമൊക്കെ ഏറ്റെടുത്തു. അപ്പോഴും ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ പോലീസിന് വലിയ വീഴ്ച വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 18 മുതൽ 20 മണിക്കൂർ വരെ ഭക്തർ ക്യൂ നിൽക്കേണ്ട ഒരു സ്ഥിതിഗതികൾ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. പരിചയസമ്പന്നരല്ലാത്ത ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചുകൊണ്ട് ശബരിമലയുടെ നിയന്ത്രണം അപ്പാടെ പാളിയ സാഹചര്യമുണ്ട്. ഇതൊക്കെ പോലീസിന്റെയും സർക്കാരിന്റെയും പിടിപ്പുകേടുകൊണ്ടുണ്ടായ സംഭവ വികാസങ്ങളെ തീർത്ഥാടകരുടെ എണ്ണം കൂടിയത് കൊണ്ടാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവിടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ എണ്ണം കുറയ്ക്കുക എന്നത് ഒരു വലിയ പദ്ധതിയായി സർക്കാരും ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറെ കാലമായി അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നാൽ വലിയ വിമർശനമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് ഇതിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് ശബരിമല സന്നിധാനത്ത് വെച്ച് ദേവസ്വം ബോർഡ് അധ്യക്ഷ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെർച്വൽ ക്യൂ മാത്രമല്ല സ്പോട്ട് ബുക്കിംഗ് സംവിധാനം വഴിയും ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗത്തിൽ വെർച്വൽ ക്യൂ സംവിധാനം മാത്രം മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ച് നമുക്കറിയാം, ദിവസം ഏതാണ്ട് 60,000 മുതൽ 1.5 ലക്ഷം വരെയൊക്കെ തീർത്ഥാടകർ എത്തിയ സമയങ്ങളുണ്ട്. ആ സമയത്തൊന്നും കാര്യമായ തിക്കും തിരക്കും അനുഭവപ്പെട്ടിരുന്നില്ല. ഏതാനും മണിക്കൂറുകൾ വലിയ നടപ്പത്തിൽ ഉൾപ്പെടെ ക്യൂ നിൽക്കേണ്ടി വന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തീർത്ഥാടകർക്ക് ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് 50,000-ൽ താഴെ മാത്രം ഭക്തർ എത്തിയ സമയത്ത് പോലും വലിയ ഗതാഗത കുരുക്കും ഒപ്പം മണിക്കൂറുകളോളം ഭക്തർ കാത്തിരിക്കേണ്ട, ക്യൂ നിൽക്കേണ്ട, വഴിയിൽ ഉൾപ്പെടെ വനമേഖലയിൽ ഉൾപ്പെടെ തീർത്ഥാടകർ കാത്തിരിക്കേണ്ട സാഹചര്യത്തിലേക്കും ഒക്കെ എത്തിയത് പോലീസിന്റെ ഒരു കെടുകാര്യസ്ഥത കൊണ്ട് തന്നെയായിരുന്നു. അത് എന്തായാലും ആ കെടുകാര്യസ്ഥത മറച്ചു വെച്ചുകൊണ്ട് അത് തീർത്ഥാടകരുടെ എണ്ണം കൂടിയത് കൊണ്ടാണ്, അതുകൊണ്ട് എണ്ണം കുറയ്ക്കണം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചേരുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു നിയന്ത്രണത്തിലേക്ക് പോരുക. എന്തായാലും വിഷ്ണു, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം അപ്പാടെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ പലരും, അത് കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പലയിടത്തു നിന്നും, അങ്ങ് മഹാരാഷ്ട്ര വരെയുള്ള ഇടങ്ങളിൽ നിന്ന് പലയിടത്തു നിന്നും ആളുകൾ എത്തുന്നുണ്ട്. അവരാരും തന്നെ അങ്ങനെ വെർച്വൽ ക്യൂ സംവിധാനം മാത്രം അങ്ങനെ ആശ്രയിച്ചു വരുന്ന ആളുകളല്ല. കെട്ടുനിറച്ചെത്തുന്ന ആളുകളെ മടക്കി അയക്കുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഇത് എത്രത്തോളം എന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ കർമ്മസമിതി പോലെയുള്ള അയ്യപ്പ ഭക്തജന സംഘടനകളൊക്കെ ഇതിനെതിരെ നേരത്തെ രംഗത്ത് വന്നു. ഉടനെ ഒരു നിയമ പോരാട്ടത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. ശരി, ശബരിമലയിൽ വീണ്ടും നിയന്ത്രണവുമായി സംസ്ഥാന സർക്കാർ. ദർശനം ഓൺലൈൻ വഴി മാത്രമായി പരിമിതപ്പെടുത്താനാണ് നീക്കം. 80,000 പേർക്ക് മാത്രമായി ഒരു ദിവസം ദർശനം പരിമിതപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടവും CG ഉമേഷുമാണ് ചേർന്നത്.